ഓം നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്ന് പറയാൻ പോകുന്നത് കാശി മാഹാത്മ്യത്തെക്കുറിച്ചാണ്. ശങ്കര ഭഗവാനെ വണങ്ങുന്നവർക്ക് സുഖജീവിതവും കീർത്തിയും ദീർഘായുസ്സും ആയുരാന്ത്യത്തിൽ മോക്ഷവും ഉണ്ടാവുന്നത് പതിവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ആനന്ദം ഉണ്ടാകുവാനും നിങ്ങളിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനുമായിട്ട് ഈ ഒരു കഥ പറയാം, കേട്ടോളൂ. ഈ ഒരു കഥ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് മഹർഷിമാർക്ക് സൂത പൗരാണികൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് കേട്ടോ. സിംഹളദീപം എന്ന ആ ഒരു നാട് ഭരിച്ചുകൊണ്ടിരുന്ന സിംഹപരാക്രമിയായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സിംഹധ്വജൻ. മന്ദാരലക്ഷ്മി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. രണ്ടുപേരും വളരെ സുഖമായും സന്തോഷമായിട്ടും പ്രജാക്ഷേമ തൽപരരായിട്ട് വാണുകൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ ഈ കാലങ്ങൾ ചെല്ലുന്തോറും ഇരുവർക്കും മക്കളില്ലാത്തതിനാൽ അവർക്ക് വളരെ സങ്കടം തോന്നി. അങ്ങനെ ഒരു മകനെ ലഭിക്കുന്നതിനായിട്ട് പല പല പുണ്യകർമ്മങ്ങളും അവർ ചെയ്തു തുടങ്ങി. ക്ഷേത്രദർശനം, പൂജകൾ, വിളക്ക് വയ്ക്കൽ, നിവേദ്യം എന്നിവ പ്രതിദിനം, അതായത് ദിവസവും നടത്തിയിട്ടും യാതൊരു പ്രയോജനവും കണ്ടില്ല. ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം കുടിക്കുവാൻ നടവഴികളിൽ തണ്ണീർ പന്തൽ സ്ഥാപിച്ചു. വെയിലത്തു നടന്നു തളരുന്നവർക്ക് കടന്നിരുന്നിട്ട് വിശ്രമിക്കുവാനുള്ള സത്രങ്ങളും പണിയിപ്പിച്ചു. അർഹതപ്പെട്ടവർക്കൊക്കെ വസ്ത്രവും കുടയും ദാനം ചെയ്തു. ലക്ഷണമൊത്ത പശുക്കളെ ധാരാളം ദാനം ചെയ്തു. അന്നദാനം നിത്യവും നടത്തി. എന്തൊക്കെ ചെയ്തിട്ടും ഫലമുണ്ടായില്ല. അപ്പോൾ ഈ രാജാവിൻ്റെ ഭാര്യ റാണി പറഞ്ഞു, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒരു പുത്രനെ ലഭിക്കുന്നില്ല? അപ്പോൾ ഈ രാജാവ് മറുപടി പറഞ്ഞു, സുന്ദരിയായ നീയും രാജാവായ ഞാനും ഇത്രയും ഭാഗ്യം കെട്ടവരായി പോയല്ലോ. ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ യോഗമില്ലാത്തത് എന്ത് കഷ്ടമാണല്ലേ. ഇനി നമ്മൾ രണ്ടാളും മുൻജന്മത്തിൽ എന്തു പാപമാണാവോ ചെയ്തത്? സിംഹാസനവും രാജ്യവും എല്ലാമുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷെ നമ്മൾക്ക് ഇതെല്ലാം നോക്കി നടത്തുവാൻ ഒരു മകനില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ഇനി നമ്മൾക്ക് മക്കളില്ലാത്തതിനാൽ നമ്മുടെ പൂർവികർക്ക് പോലും പുണ്യം കിട്ടില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞും ചിന്തിച്ചും സിംഹധ്വജൻ വളരെ ദുഃഖിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവർഷിയായ നാരദര് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചു. സിംഹാസനത്തിലിരുത്തി കാലു കഴുകി പൂജിച്ചു ശ്രീ നാരദമുനിയുടെ. അദ്ദേഹത്തിൻ്റെ കാലടികളിൽ വീണ് പൊട്ടിക്കരഞ്ഞു രാജാവ്. അങ്ങിവിടേക്ക് വന്നില്ലേ? എൻ്റെ ഭാഗ്യമല്ലേ ഇത്? എൻ്റെ ദുഃഖത്തിന് ഒരു അവസാനമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഒരു മകൻ പിറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ ആ ദിവ്യമായ ലോചനങ്ങൾ കൊണ്ട് നോക്കിയാൽ മതിയല്ലോ എൻ്റെ ദുഃഖം അകലുവാൻ. എൻ്റെ പാപങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുന്നു. ഞാൻ പരിശുദ്ധനായി മാറിയിരിക്കുന്നു മുനെ. അങ്ങൻ്റെ കൊട്ടാരത്തിൽ വന്നതിനാൽ ഞാൻ എന്നും കീർത്തിക്കപ്പെടുന്നവനായി മാറും. സിംഹളന്മാരിൽ പ്രമുഖനായി മന്ദാരലക്ഷ്മി, നീ വരൂ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെയും വിളിച്ചു രാജാവ്. അങ്ങനെ മന്ദാരലക്ഷ്മി വന്നു, ദേവർഷിയെ വണങ്ങി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചു. രണ്ടുപേരും കൂടി ചേർന്ന്, അതായത് രാജാവ് ഭാര്യാസമേതം മഹർഷിയെ വന്ദിച്ച് പൂജിച്ച് നിന്നു. അപ്പോൾ ഈ ബ്രഹ്മദേവൻ്റെ മാനസപുത്രനാണല്ലോ നാരദര്. മാത്രമല്ല വിഷ്ണുനാമം സദാ ജപിക്കുന്ന നാരദമുനിയുടെ അനുഗ്രഹം കിട്ടുക എന്നാൽ അത് വലിയൊരു കാര്യമാണ്. മഹർഷി ആ സമയത്ത് ഈ രാജാവിനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. നാരദരുടെ ആ ഒരു പുഞ്ചിരി പൂനിലാവ് പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ആ തപ്ത മാനസങ്ങളിൽ എങ്ങനെയാണോ ഒരു തണുത്ത കാറ്റ് വീശുന്നത്, അമൃതമഴ പെയ്യുന്നത്, അതുപോലെയൊക്കെ രാജാവിനും രാജ്ഞിക്കും മഹർഷിയുടെ ആ ഒരു ചിരി കണ്ടപ്പോൾ അത്രയും സമാധാനം തോന്നി. മനസ്സിന് വല്ലാത്ത ഒരു തണുപ്പും തോന്നി. രാജാവിനോട് നാരദമുനി പറഞ്ഞത് ഇപ്രകാരമാണ്. രാജാവിൻ്റെ ചോദ്യത്തിന്, മഹാദേവനെ പൂജിച്ചാലും അങ്ങ് സാക്ഷാൽ ഗംഗാദേവിയെ ജടയിൽ വഹിക്കുന്ന തീക്കണ്ണനായ കാമാന്തകൻ ഐശ്വര്യവും അഭീഷ്ടസിദ്ധിയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. കരുണാസാഗരമാണ് മുക്കണ്ണൻ.
തുടർന്ന് അദ്ദേഹം അതായത് നാരദമുനി ഈ മഹാരാജാവിൻ്റെ പൂർവ്വജന്മ കഥയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ജന്മങ്ങളിൽ പാപം വളരെ ചെയ്തവനാണ് അങ്ങ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കുട്ടികളുണ്ടാകാത്തത്. കുന്തള രാജ്യത്തിൽ നീ ഒരു ചണ്ഡാലനായിട്ട് ജീവിക്കുന്ന അവസരത്തിൽ മോഷണമായിരുന്നു നിൻ്റെ ഒരേ ഒരു ജോലി. നാട്ടിൻ പുറത്തും നഗരത്തിലും ഒരുപോലെ മോഷ്ടിച്ചു നടന്നു നീ. ആ സമയത്ത് നിൻ്റെ പേര് താടങ്കൻ എന്നായിരുന്നു. ഒരിക്കൽ അഗ്രഹാരങ്ങൾ തോറും നടന്ന് മോഷ്ടിച്ചു കൊണ്ടിരുന്ന നീ രാത്രിയിൽ ഗോവിന്ദ ശർമ്മൻ എന്നൊരാളുടെ ഇല്ലത്തേക്കാണ് കയറിയത്. ഈ ഗോവിന്ദശർമ്മനോ സൽഗുണസമ്പന്നനും ധനികനുമായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയും കുട്ടിയുമൊത്ത് ഉറങ്ങിക്കിടക്കവേ നീ എന്തു ചെയ്തു? ഈ കല്ലുളി കൊണ്ട് ഭിത്തി തുരന്നകത്തേക്ക് കയറി മോഷ്ടിച്ചു. അപ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നീ കണ്ടത്. കണ്ടപാടെ ഓടിച്ചെന്നെടുത്തു. എന്തുകൊണ്ടാണ് നീ ആ കുഞ്ഞിനെ ഓടിച്ചെന്നെടുത്തത്? സ്നേഹം കൊണ്ടൊന്നുമല്ല. ആ കുഞ്ഞിൻ്റെ ശരീരമാസകലം ആഭരണങ്ങളായിരുന്നു. പുലിനഖ, മോതിരം, കല്ലുമാല, പൊന്നരഞ്ഞാണം, സ്വർണ്ണവളകൾ, കാൽച്ചിലമ്പ് എന്നിവയെല്ലാം കണ്ട് നിനക്ക് ആർത്തി പെരുത്ത ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നീ കാട്ടിലേക്ക് ഓടി. എന്നിട്ട് നീ ആ ആഭരണങ്ങളെല്ലാം ഊരിയെടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് നീ ഒരു പൊട്ടക്കിണറ്റിലും ഇട്ടു. ഈ ഗോവിന്ദശർമ്മനും ഭാര്യയും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉണർന്നു. എവിടെയാണ് കരച്ചിൽ? കുഞ്ഞ് കിടക്കയിലില്ലല്ലോ, ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ലല്ലോ. ഈശ്വരാ, ഇനി എന്തു ചെയ്യും? ആരാണ് ഈ ചതി ചെയ്തത് എന്നെല്ലാം വിളിച്ച് ആ അച്ഛനും അമ്മയും കരഞ്ഞു. ബഹളം കേട്ട് വന്നവരോട് അലമുറയിട്ടുകൊണ്ട് ചോദിച്ചു അവർ, ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ല, നിങ്ങൾ കണ്ടുവോ? എല്ലായിടത്തും കുഞ്ഞിനെ നോക്കി, വീട്ടിലും മുറ്റത്തും പറമ്പിലും പാടത്തും ഒക്കെ തിരഞ്ഞെങ്കിലും എങ്ങും കുഞ്ഞിനെ അവർ കണ്ടില്ല. നേരം വെളുത്തു. അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളും ഈ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് ഓടി നടന്നു. ആരൊക്കെയോ വിവരം രാജാവിനെയും ധരിപ്പിച്ചു. ഈ കുന്തളരാജൻ പരിഭ്രമിച്ചു പോയി. രാത്രിയിൽ അച്ഛനമ്മമാരോടൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ ആരാണ് മോഷ്ടിച്ചത്? അന്വേഷണത്തിനായിട്ട് രാജകിങ്കരന്മാരെ 4 വഴിക്കും ഈ രാജാവ് നിയോഗിച്ചു. അതിൽ ചിലർ ചെന്ന് ഈ താടങ്കനെ പിടികൂടുകയും ചെയ്തു. അവൻ്റെ വസ്ത്രത്തിൽ ചോര പുരണ്ടിരുന്നത് കണ്ടു ഈ രാജഭടന്മാർ. അങ്ങനെ സംശയം തോന്നിയത് കൊണ്ടാണ് ഇദ്ദേഹത്തെ പിടിച്ചത്. ഈ കുറ്റം സമ്മതിക്കാതിരുന്നതിനാൽ ശരിക്കും ദേഹോപദ്രവം ഏൽപ്പിച്ചു ഈ താടങ്കനെ. അങ്ങനെ അടികൊണ്ട് തളർന്ന താടങ്കൻ സത്യം സമ്മതിച്ചു. ഈ കള്ളൻ എന്തു ചെയ്തു? തൻ്റെ പക്കൽ നിന്നുള്ള തൊണ്ടി സാധനങ്ങളെല്ലാം കണ്ടുകെട്ടി കിണറ്റിൽ നിന്നും കുഞ്ഞിൻ്റെ ആ മൃതശരീരവും കിട്ടി. പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന ഈ നീചനെ ജീവനോടെ ശൂലത്തിൽ കയറ്റുക, ഇതായിരുന്നു രാജകൽപ്പന. കൽപ്പന കല്ലേ പിളർക്കുമെന്ന് കേട്ടിട്ടില്ലേ? പിന്നെ ഈ താടങ്കൻ്റെ കാര്യം പറയാനുണ്ടോ? ഉടനെ തന്നെ ആ രാജമാർഗത്തിൽ ശൂലമേറ്റി ഈ താടങ്കനെ. ഗോവിന്ദശർമ്മനും ഭാര്യയും ദൈവനിശ്ചയം മാറ്റാൻ സാധിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിതരായി. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ശേഷക്രിയകളെല്ലാം ചെയ്തു. ഈ താടങ്കൻ എന്തു ചെയ്തു? പ്രാണവേദനയോട് കൂടിയിട്ട് ഈ ശൂലത്തിൽ കിടന്ന് പിടഞ്ഞു. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞു. മരണമൊന്നു വന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ് ഈ താടങ്കൻ. വേദന കൊണ്ട് കരഞ്ഞും ഞരങ്ങിയും നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ തള്ളി നീക്കിക്കൊണ്ടിരിക്കവേ കാശിക്ക് പോകുന്ന പുണ്യവാനായൊരു ഭക്തൻ ഈ രാജപാതയിൽ വന്ന് കിടന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു ഞരക്കം കേട്ടത്. ഇരുട്ടിൽ അയാൾ ഈ താടങ്കനെ കണ്ടു. പേടിച്ച് ഇദ്ദേഹം ഓടി. ആ സമയത്ത് ഈ താടങ്കൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ഇങ്ങ് വരൂ, എൻ്റെ അടുക്കൽ വരൂ എന്ന് താടങ്കൻ വിളിച്ചപ്പോൾ ഈ കാശിയിലേക്ക് പോകുന്ന തീർത്ഥാടകൻ താടങ്കൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഈ താടങ്കൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മഹാഘോരമായൊരു കൊലപാതകം ചെയ്തവനാണ്. അതിൻ്റെ ഫലം ഇതാ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. ഇത് അനുഭവിച്ചേ തീരൂ. ഈ കർമ്മഫലം എന്നത് അനുഭവിക്കാതിരിക്കുവാൻ ആർക്കും തന്നെ സാധിക്കില്ല. അത് നല്ലത് ചെയ്താലുള്ള കർമ്മഫലമാണെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്താലുള്ള കർമ്മഫലങ്ങളാണെങ്കിലും. ഇനി താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് താടങ്കൻ ചോദിച്ചു. അങ്ങ് തീർത്ഥാടനം ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് തീർത്ഥമാടി നടക്കുമ്പോൾ ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് ഉത്തമമാണല്ലോ. ഗയാശ്രാദ്ധമാണ് ശ്രാദ്ധങ്ങളിൽ മുഖ്യമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ ഗയാശ്രാദ്ധം നടത്തുമ്പോൾ അതിൻ്റെ 100-ൽ 1 പുണ്യം എനിക്ക് തരാൻ അങ്ങേക്ക് ദയവുണ്ടാവണം എന്ന് താടങ്കൻ പറഞ്ഞു. ഇതിന് പകരം തരുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. അടുത്ത ജന്മത്തിൽ ഞാനിതിന് അങ്ങേക്ക് പ്രത്യുപകാരം ചെയ്തു കൊള്ളാം എന്നും കൂടി ഈ താടങ്കൻ പറഞ്ഞു. അങ്ങനെ ഈ താടങ്കൻ്റെ അപേക്ഷ അദ്ദേഹം ആ തീർത്ഥാടകൻ സ്വീകരിച്ചു. ദയാനിധിയായ ആ തീർത്ഥാടകൻ അവിടെ നിന്നും തൻ്റെ യാത്രയ്ക്ക് പോവുകയും ചെയ്തു. പിന്നെയും 4-5 ദിവസം കഴിഞ്ഞു. താടങ്കനായി നീ മരിച്ചില്ല എന്ന് നാരദമുനി രാജാവിനോട് പറയുന്നു.
ഒരു രാത്രിയിൽ ഈ പിശാചിനികൾ ആ വഴിയിലൂടെ വന്നു. അതിൽ ഒരുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈശ്വരാ, എൻ്റെ ശാപം തീർത്തു തരുവാൻ ഒരുത്തരെയും ഞാൻ കാണുന്നില്ലാലോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ ശാപമുക്തയാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ മറ്റു പിശാചികൾ അവളോട് ചോദിച്ചു, നിനക്ക് എന്തു ശാപമാണ് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ ഈ ആദ്യം പറഞ്ഞുവല്ലോ ശാപം കിട്ടിയെന്ന്. ആ പിശാചിനി പറഞ്ഞു, ഞാൻ പണ്ട് ഒരു സുന്ദരിയായ മനുഷ്യ സ്ത്രീയായിരുന്നു. എൻ്റെ ജനനം ഒരു ദേവദാസി ഗൃഹത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുലത്തൊഴിൽ ചെയ്ത് ഞാൻ ജീവിച്ചു. സമ്പത്തിന് യാതൊരു കുറവുമില്ല, ആരെയും എനിക്ക് ഭയവുമില്ല. എല്ലാവരോടും ഉപചാരപൂർവ്വം മധുരമായ ഭാഷണം ചെയ്യാനും അറിയാം. കുലത്തൊഴിൽ ചെയ്യുവാൻ അതിസമർത്ഥയുമായിരുന്നു ഞാൻ. ഈ കാരണങ്ങളാൽ അല്പം അഹങ്കാരവും വർദ്ധിച്ചു എനിക്ക്. എന്നോളം സുന്ദരിയും സമർത്ഥയും ഇല്ല എന്നൊരു ഭാവം വന്നു എനിക്ക്. ഒരു ദിവസം തോഴിമാരുമായിട്ട് ഞാൻ കളിതമാശകൾ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ മട്ടുപ്പാവിലിരിക്കുകയായിരുന്നു. ഈ അഹങ്കാരം എന്നത് കണ്ണ് കാണാത്തൊരു സംഭവമാണല്ലോ. അങ്ങനെ ഞാൻ അശ്രദ്ധയായിട്ട് താഴേക്ക് തുപ്പി. വായിൽ കിടക്കുന്ന മുറുക്കാൻ തുപ്പൽ താഴെ കൂടി പോകുന്നൊരു സാധു ബ്രാഹ്മണൻ്റെ തലയിലാണ് പോയി വീണത്. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, പാപിയായ ദേവസ്ത്രീയെ, നീയൊരു പിശാചായി പോവട്ടെ. അങ്ങനെ ഉള്ളുരുകി അദ്ദേഹം ശപിച്ചു. ആ വിപ്രൻ്റെ ശാപം സംഭ്രമത്തോടുകൂടി ഞാൻ താഴെ ഓടിയിറങ്ങി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു വണങ്ങി സമസ്താപരാധം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ തല പട്ടുവസ്ത്രം കൊണ്ട് തുടച്ചു, എണ്ണ തേച്ച് കുളിപ്പിച്ചു, തേനും പാലും പഴവും കൊടുത്തു, മൃഷ്ടാനമായിട്ട് ഊണ് കൊടുത്തു. കൂടെ പട്ടും പൊന്നും കാഴ്ചവെച്ച ആ കാലടികളിൽ വണങ്ങി ദൂരെ മാറി ഒതുങ്ങി നിന്നു ഞാൻ. അപ്പോൾ ഈ ബ്രാഹ്മണന് വളരെ സന്തോഷമായി. നിനക്ക് നല്ലത് വരട്ടെ സുന്ദരി, പെട്ടെന്ന് ഞാൻ ക്ഷുഭിതനായി ശപിച്ചുവല്ലോ. നിനക്ക് ഞാൻ ശാപമോക്ഷം തരാം. നീ ഒരു പിശാചായി നടക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ വിവാഹം ചെയ്യും. പാണിഗ്രഹണ സമയത്ത് നിന്റെ ഈ പൈശാച രൂപം മാറും എന്ന് പറഞ്ഞ് ഇവളെ അനുഗ്രഹിച്ചു ആ ബ്രാഹ്മണൻ. അന്ന് മുതൽ ഞാനിങ്ങനെ ഒരു പിശാചായി നടക്കുകയാണ്. നാടായ നാടുകളൊക്കെ സഞ്ചരിച്ചു, പക്ഷേ ഇതുവരെയും ഒരു മനുഷ്യനും എന്നെ പാണിഗ്രഹണം ചെയ്യുവാൻ തുനിഞ്ഞില്ല എന്നുകൂടി ഈ പിശാചിനി പറഞ്ഞു. മാത്രമല്ല, എങ്ങനെയാണ് എന്നെ പാണിഗ്രഹണം ചെയ്യുന്നത്? കാണുന്നവരൊക്കെ എന്നെ കണ്ട് പേടിച്ചോടുകയാണ്. എനിക്ക് ഭാഗ്യമില്ലായിരിക്കുമല്ലേ? ഇനി കരഞ്ഞു നടന്നിട്ട് എന്താണ് ഫലം? എന്നെ വിവാഹം ചെയ്യുന്ന മനുഷ്യനും നന്മ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞ് അനുഗ്രഹിച്ചത്. പക്ഷേ എന്തു ചെയ്യാനാണ്, ആരും എന്നെ വിവാഹം ചെയ്യാൻ വരുന്നില്ല. എനിക്കാണെങ്കിലോ ദിവസം കഴിയും തോറും മനപ്രയാസം കൂടിക്കൂടിയും വരുന്നുണ്ട്. ഇങ്ങനെ അവൾ സ്വന്തം കഥ പറഞ്ഞു നിർത്തി. അപ്പോൾ ഈ പിശാചിനികളുടെ സംഭാഷണം കേട്ട് കിടന്ന് താടങ്ങൻ പറഞ്ഞു, പിശാചിനി, നിന്നെ ഞാൻ വിവാഹം ചെയ്തോട്ടെ? മരണം കാത്തു കിടക്കുന്നൊരു പെരുങ്കള്ളനാണ് ഞാൻ. എൻ്റെ പേര് താടങ്കൻ എന്നാണ്. നിന്നെ ഗാന്ധർവ വിവാഹം ചെയ്ത് നിനക്ക് ശാപമോക്ഷം വരുത്തുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഈ താടങ്കൻ്റെ വാക്കുകൾ കേട്ട് അവളും ശൂലത്തിൽ കയറി. ഇരുവരും പാണിഗ്രഹണം ചെയ്തു. അങ്ങനെ ചെയ്തതോടുകൂടിയിട്ട് രണ്ടുപേരും മരിച്ച് മോക്ഷപ്രാപ്തരായി മാറി. ഈ പിശാചിനിയാണ് മന്ദാരലക്ഷ്മി എന്ന രാജകുമാരിയായിട്ട് ജനിച്ചിരിക്കുന്നത്. ആ താടങ്കനാണ് സിംഹധ്വജ രാജനായിട്ട് എൻ്റെ മുൻപിൽ നിൽക്കുന്ന നിങ്ങൾ. ഗയാശ്രാദ്ധ ഫലത്തിൻ്റെ അംശം ദാനം ചെയ്ത തീർത്ഥാടകൻ്റെ കാരുണ്യം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. ആ തീർത്ഥാടകൻ ശിവലോകം ഗമിച്ചു, ശിവകിങ്കരനായി മാറിയിരിക്കുന്നു ഇപ്പോൾ. ആ വഴിപോക്കൻ്റെ കടം വീട്ടുവാനായിട്ട് ഗംഗാജലത്തിൽ പിതൃകർമ്മം ചെയ്യുമ്പോൾ അങ്ങേക്കും ശിവലോകം ഗമിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും. അവിടെ ശിവകിങ്കരനായിട്ട് അങ്ങേക്ക് പാർക്കുകയും ചെയ്യാം. അങ്ങനെ ആ പാന്തൻ്റെ കടം വീട്ടിയാലേ അങ്ങേക്ക് പാപമോചനമുള്ളൂ. മുൻജന്മത്തിൽ ശിശുവധം ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ സന്തതികൾ ഉണ്ടായില്ല. ഗംഗയിൽ പോയി പിതൃകർമ്മം ചെയ്യുമ്പോൾ നിന്റെ സകല പാപങ്ങളും നീങ്ങി ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും. ഇനി എന്താണ്, പിന്നെ എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? സാക്ഷാൽ ഗംഗാധര ദേവൻ്റെ പ്രീതിക്ക് ഗംഗാസ്നാനം തന്നെയാണ് പ്രധാനം. കാശിയിലേക്ക് തന്നെ പോവുക അങ്ങ് ഈ നശ്വരമായ ശരീരം കൊണ്ട്. അങ്ങനെയൊരു പുണ്യകർമ്മം ചെയ്യൂ. തീർച്ചയായും അനന്തരാവകാശിയായ പുത്രൻ അങ്ങേക്ക് തീർച്ചയായിട്ടും ജനിക്കും. കാശിക്ക് പോകാത്തവൻ്റെ കാലുകൊണ്ട് എന്താണ് പ്രയോജനം? കാശി വിശ്വനാഥനെ ഭജിക്കാത്തവൻ മനുഷ്യനേ അല്ല. കാശിക്ക് പോയാൽ പാപങ്ങളെല്ലാം നശിക്കുമെന്ന കാര്യം ലോകപ്രസിദ്ധവുമാണ്. മുൻപോട്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും പാപം നമ്മെ വിട്ട് പിന്നോട്ട് മാറുന്നു. ഗംഗ എന്ന പേര് എത്ര പവിത്രമാണെന്നോ ഈ ജനന മരണജന്യമായ എല്ലാ ദുഃഖങ്ങളും
അകറ്റുന്ന മഹാമന്ത്രമാണിത്. കാശി മഹേശ്വരനെ കൈകൂപ്പി വണങ്ങുന്നവൻ്റെ കൈകളും, കാശി യാത്ര ചെയ്തവൻ്റെ കാലുകളും, കാശീദേശം കണ്ടവൻ്റെ കണ്ണുകളും, കാശി മാഹാത്മ്യം കേൾക്കുന്നവൻ്റെ ചെവികളും, കാശി ഗിരീശൻ്റെ മുൻപിൽ കുമ്പിടുന്നവൻ്റെ തലയും, കാശി കാശി എന്ന് ചിന്തിക്കുന്നവൻ്റെ മനസ്സും പരിശുദ്ധമായി തീരുന്നു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആകെ കൂടിയുള്ള സുഖത്തിനും സന്തോഷത്തിനും കാശി തന്നെയാണ് മഹാ ഔഷധം. അതുകൊണ്ട് ഒട്ടും ആലോചിച്ച് സമയം കളയണ്ട. ശിശുഹത്യാദോഷം നീങ്ങുവാൻ കാശിയിൽ പോയി ഗംഗാസ്നാനം നടത്തി ശ്രാദ്ധം ചെയ്യുക. വിശ്വനാഥനെ വിശ്വാസഭക്തിയോടുകൂടിയിട്ട് ഭജിക്കുക. പുരുഷാർത്ഥങ്ങളിൽ മൂല്യമായ മുഖ്യമായ മോക്ഷസമ്പത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. കാശിയിലേക്കുള്ള വഴിയും യാത്രയും വളരെ ദുർഘടം നിറഞ്ഞതാണ്. എന്നും ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ പതറരുത്. ധൈര്യമായിട്ട് അവയെ നേരിടുക. ധൈര്യം പരീക്ഷിക്കുക എന്നത് ഗിരിജാവല്ലഭൻ്റെ ഒരു നേരം പോക്ക് മാത്രമാണ്. കാരുണ്യശീലനായ ഇന്ദുശേഖരൻ വീരനായ സിംഹധ്വജ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അരുളി ചെയ്തുകൊണ്ട് നാരദമുനി അവിടെ നിന്നും അപ്രത്യക്ഷനായി. മഹാരാജാവ് കാശി യാത്രയ്ക്കൊരുങ്ങി. രാജാവും ഭാര്യയായ മന്ദാരലക്ഷ്മിയും കുറേയേറെ സന്യാസിമാരും ബ്രാഹ്മണ ശ്രേഷ്ഠരും അദ്ദേഹത്തെ അനുഗമിച്ചു. പടയ്ക്ക് പുറപ്പെടും പോലെ അമ്പും വില്ലും കയ്യിലേന്തിയായിരുന്നു രാജാവിൻ്റെ യാത്ര. രാജാവും പരിവാരങ്ങളും അങ്ങനെ വിന്ധ്യപർവ്വതത്തിലെത്തി. കാട്ടിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിച്ചത്. ഒരു തസ്കര സംഘത്തിൻ്റെ കള്ളന്മാരുടെ ആക്രമണം ഉണ്ടായി. അവർ ഈ രാജാവിൻ്റെ ഭണ്ഡാരം കൊള്ളയടിക്കുവാൻ തുടങ്ങി. അവരുടെ നേതാവ് മന്ദാരലക്ഷ്മി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ റാണിയെ കയ്യിൽ പൊക്കിയെടുത്തു. ചിരിച്ചുകൊണ്ട് ആ കള്ളന്മാരുടെ നേതാവ് പറഞ്ഞു, ഹേ മൂഢ, നീ എന്താണ് വിചാരിച്ചത്? വിന്ധ്യാവനത്തിൽ രാത്രി വന്ന് പാളയം കെട്ടി പാർക്കാമെന്നോ? പണവും പണ്ടവും പെണ്ണുമൊക്കെ സംരക്ഷിക്കുവാൻ തക്ക മിടുക്കനാണ് നീയെന്ന് വിചാരിച്ചത് അത്ഭുതം തന്നെയാണ്. ഞാൻ ആരാണെന്നറിയാമോ നിനക്ക്? ഇതിലെ വഴി നടക്കുന്നവരുടെ കയ്യിലുള്ളതൊക്കെ മോഷ്ടിക്കുന്ന തസ്കരവീരനായ തുംബീരൻ. നിന്റെ ഭാര്യയെപ്പോലെ 1000 ഭാര്യമാരുണ്ട് എനിക്ക്. എല്ലാം ഇതുപോലെ തട്ടിപ്പറിച്ചത് തന്നെയാണ്. ഞാൻ ഈ കൊള്ള തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണിത്. ഈ സിംഹപരാക്രമിയായ സിംഹധ്വജൻ വിട്ടുകൊടുത്തില്ല. അമ്പും വില്ലുമായിട്ട് ഈ കാട്ടാളെൻ്റെ നേരെ ചാടി. നിന്റെ അഹന്ത ഞാൻ ഇന്ന് തീർച്ചയായും തീർത്തു തരാം. ഈ സാധുക്കളുടെ മുതൽ പിടിച്ചു പറിക്കുന്ന ദുഷ്ടനല്ലേ നീയ്? എൻ്റെ വില്ലിൽ അമ്പു തൊടുത്താൽ അത് ശത്രുവിൻ്റെ ജീവൻ എടുത്തേ അടങ്ങൂ. മാത്രമല്ല നിന്റെ ഈ തല പൊട്ടിച്ചിതറുന്നത് എല്ലാവരും കാണട്ടെ. എൻ്റെ ഭാര്യയായ മന്ദാരലക്ഷ്മിയെ ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നെല്ലാം പറഞ്ഞു. സിംഹപരാക്രമിയായ രാജാവാണല്ലോ സിംഹധ്വജൻ. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളും പരാക്രമങ്ങളും ഒന്നും തന്നെ ഈ കാട്ടാള നേതാവ് വിലവെച്ചില്ല. മാത്രമല്ല അദ്ദേഹം ഈ രാജാവിനോട് വല്ലാതെ ഏറ്റുമുട്ടി. ഘോരമായ യുദ്ധം തന്നെ എന്ന് പറയാം. രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് തന്നെ യുദ്ധം ചെയ്തു. പക്ഷേ ഈ യുദ്ധത്തിനൊടുവിൽ ഈ തുംബീരൻ എന്ന ആ വേടൻ എന്തു ചെയ്തു? ഈ സിംഹധ്വജ മഹാരാജാവിൻ്റെ വില്ല് മുറിച്ചുകൊണ്ട് സിംഹനാദം ചെയ്തു. ഈ വില്ല് മുറിഞ്ഞത് വകവയ്ക്കാതെ രാജാവ് എന്തു ചെയ്തു? തൻ്റെ കൈകൾ കൊണ്ട് യുദ്ധത്തിനായിട്ട് പാഞ്ഞെടുത്തു. രാജാവിനെ ഈ തുംബീരൻ ഇടിച്ചു പിഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ധനം നഷ്ടപ്പെട്ടു, മാനവും നഷ്ടപ്പെട്ടു, ഭാര്യയും നഷ്ടപ്പെട്ട രാജാവ് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് പൊട്ടിക്കരഞ്ഞു. സന്യാസിമാരെ നോക്കിക്കൊണ്ട് ദുഃഖത്തോടുകൂടി രാജാവ് പറഞ്ഞു, ഇന്നോളം ആരും എന്നെ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല. എന്നെ തോൽപ്പിച്ച ഇവൻ ആരാണെന്നും അറിയില്ല. ഇനി ഇന്ദ്രലോകത്തു നിന്നും വന്നവനാണോ? എന്തായാലും അവൻ്റെ ഇടികൊണ്ട് എൻ്റെ ശരീരം മുഴുവനും വേദനിക്കുന്നുമുണ്ട്. മാത്രമല്ല എന്നെ പരമേശ്വരൻ പോലും ഉപേക്ഷിച്ചു എന്ന് തോന്നലും വരുന്നു. അവൻ ധനമെല്ലാം അപഹരിച്ചതോ പോവട്ടെ, അവൻ എൻ്റെ മന്ദാരലക്ഷ്മിയെയും കൊണ്ടുപോയല്ലോ. എന്തൊരു ഭാഗ്യദോഷിയാണ് ഞാൻ. കാലക്കേട് തന്നെയാണ്. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത്? എന്തിന് ഞാൻ ജീവിച്ചിരിക്കണം? എൻ്റെ ആ ഭാര്യ ആ ദുഷ്ടനായ കാട്ടാളനിൽ നിന്ന് എന്തെല്ലാം ദുഃഖങ്ങൾ നേരിടുന്നുണ്ടാവും. പുണ്യതീർത്ഥമായ ഗംഗാനദിയിൽ സ്നാനം ചെയ്യുവാനുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവുമെന്ന് തോന്നുന്നില്ലാലോ ദൈവമേ. എൻ്റെ മുൻജന്മ പാപം കൊണ്ട് അതും മുടങ്ങിയല്ലോ. ഇനി സന്യാസിമാരെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ തന്നെ പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഭക്ഷണ സാധനങ്ങളെല്ലാം അവൻ കൊണ്ടുപോയി.
ഈ കൊടും തണുപ്പിൽ പുതയ്ക്കാനൊരു വസ്ത്രം പോലുമില്ല. ഞാൻ എങ്ങനെയാണ് കാശിക്ക് പോകുന്നത്? അപ്പോൾ ഈ സന്യാസിമാർ രാജാവിനോട് പറഞ്ഞു, തടസ്സങ്ങളെ അതിജീവിക്കുന്നവനാണ് ധീരൻ. ഇങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് എടുക്കരുത് അങ്ങ്. അത് ഭീരുവിൻ്റെ ലക്ഷണമാണ്. ഈ സിംഹളദ്വീപിലെ സിംഹപരാക്രമിയായ മഹാരാജാവ് ഇങ്ങനെ ആവാൻ പാടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് മഹർഷിമാരെന്ത് ചെയ്തു? രാജാവിന് ധൈര്യം പകർന്നു കൊടുത്തു. അങ്ങനെ ഈ രാജാവ് കാശിയിലേക്ക് തൻ്റെ യാത്ര തുടർന്നു. ശരീരക്ലേശങ്ങളെല്ലാം മറന്ന് കായും കനിയും ഭക്ഷിച്ച് ചോലകളിലെ വെള്ളം കുടിച്ച് കാൽനടയായിട്ട് ഈ രാജാവ് യാത്ര ചെയ്തു. കാടും മേടും മാറും തോടും കല്ലും മുള്ളും കുണ്ടും കുഴിയും എല്ലാം താണ്ടിയായിരുന്നു ആ യാത്ര. അദ്ദേഹം ഇട്ട തുണിക്കൊരു മറുതുണി മാറിയൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. മരങ്ങളുടെ ഇല പറിച്ച് വസ്ത്രമാക്കി ധരിച്ചും പുതപ്പായി ഉപയോഗിച്ചും മറ്റും തീർത്ഥാടകരോട് ഇരന്ന് ഭക്ഷിച്ചും അദ്ദേഹം തൻ്റെ കഠിനമായ യാത്ര തുടർന്നു. മഹാദേവ കീർത്തനങ്ങൾ നിർത്താതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. പരമശിവനല്ലാതെ മറ്റൊന്നും മനസ്സിലില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒടുവിൽ ആ പുണ്യമന്ദാകിനിയുടെ തീരത്തെത്തിയ അദ്ദേഹം ഗംഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം കീർത്തനം ആലപിച്ചു. ഈ രാജാവ് ആലപിച്ച ആ കീർത്തനം ഇതാണ്: ശ്രീകാന്തപാദാബ്ജപൂതേ നമോസ്തുതേ, വിശ്വൈകവന്ധ്യേ വിശുദ്ധേ നമോസ്തുതേ, വിശ്വപാപക്ഷയാധീശേ നമോസ്തുതേ, ആകാശഗംഗേ നമസ്തേ നമോസ്തുതേ, ലോകേശവന്ധ്യേ നമസ്തേ നമോസ്തുതേ, ജഹ്നൂതനൂജേ നമസ്തേ നമോസ്തുതേ, അച്ഛമുക്താഫല സ്വച്ഛതോയാനിതേ, മസ്തകഭാസുരേ ദേവീ നമോസ്തുതേ, ഇച്ഛാനുരൂപം ഫലം ദേഹി മേ മാതരച്ഛവികായ പ്രകാശേ സുശോഭനേ, ഗച്ഛാമി തേ പാദമൂലം സദാനാഹമിച്ഛാമി സംസാരസിന്ധൗ നിമജ്ജനം, യച്ഛ താവൽക്കപദങ്ങൾ വന്ദാമഹേ, തുച്ഛാമി മാം സ്തുതിം ഗംഗേ ഗൃഹാണമേ. ഈ ഒരു സ്തുതിയുടെ അർത്ഥം നോക്കൂ, ഇപ്രകാരമാണ്: വിഷ്ണുപാദ സ്പർശത്താൽ പരിശുദ്ധയായവളെ, മാലോകരാൽ എല്ലാം വാഴ്ത്തപ്പെടുന്നവളെ, നിർമ്മലയായവളെ ഗംഗാദേവി, അവിടത്തേക്ക് നമസ്കാരം. ആകാശത്തിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്നവളെ, ബ്രഹ്മാവിനാൽ വാഴ്ത്തപ്പെടുന്നവളെ, ജഹ്നു മഹർഷിയുടെ പുത്രീഭാവത്താൽ കീർത്തിക്കപ്പെടുന്നവളെ ഗംഗാദേവി, ഭവതിക്കെൻ്റെ നമസ്കാരം. അച്ചസ്ഫടിക ജലം കൊണ്ട് സുന്ദരിയായിരിക്കുന്നവളെ, പരമശിവന്റെ ജടയിൽ വാണരുളുന്നവളെ ഗംഗാദേവി നമസ്കാരം. ഇഷ്ടവരം നൽകി അനുഗ്രഹിച്ചാലും പ്രകാശമാനമായ ശരീരത്തോടു കൂടിയ സ്വച്ഛന്ദ സുന്ദരി, അവിടുത്തെ ജലത്തിൽ മുങ്ങിക്കുളിക്കുവാൻ എന്നെ അനുവദിച്ചാലും ഈ സംസാരസാഗരത്തിൽ മുഴുകാൻ എനിക്കിനി ഇടവരുത്തരുതേ ദേവി. എൻ്റെ ഈ എളിയ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളേണമേ. അവിടുത്തെ പാദങ്ങൾ ഞാനിതാ വണങ്ങുന്നു. ഇങ്ങനെ ധാരാളം കീർത്തനം ചൊല്ലി ഗംഗാദേവിയെ വണങ്ങി രാജാവ്. എന്നിട്ട് ഗംഗാനദിയിൽ അദ്ദേഹം ഗയാശ്രാദ്ധം അനുഷ്ഠിച്ചു. അനന്തരം ഗംഗാതീരത്തുകൂടി കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അങ്ങ് അകലെയായിട്ട് വാരാണസി നഗരം കണ്ടു രാജാവ്. പിന്നെയോ ചുവപ്പ് രത്നങ്ങൾ പതിച്ച സ്വർണഗോപുരങ്ങൾ കണ്ടു. ഗോപുരങ്ങൾ മാത്രമല്ല അദ്ദേഹം കണ്ടത്, വൻമതിലുകൾ, അലങ്കാര തോരണങ്ങൾ, പുണ്യസ്നാനഘട്ടങ്ങൾ കണ്ടു അദ്ദേഹം. എവിടെ നോക്കിയാലും സ്വർണ്ണ ശിവലിംഗങ്ങൾ, എവിടെയും കനകമയം. വിഷ്ണു ക്ഷേത്രവും ലക്ഷ്മി കോവിലുകളും ശ്രീകൃഷ്ണ ക്ഷേത്രവും വിശ്വനാഥ ക്ഷേത്രാങ്കണത്തിൽ അദ്ദേഹം കണ്ടു. വ്യാഘ്രചർമ്മം ധരിച്ച 5000 കോടി ഭൂതഗണങ്ങളെയും ഈ രാജാവ് കാണുന്നു. രുദ്രാക്ഷമാലയണിഞ്ഞ് ഭസ്മം പൂശി നാവിൽ ശൂലം കയറ്റിയ ശങ്കരഭക്തര് ലക്ഷക്കണക്കിന്. ശങ്കരൻ്റെ രൂപസാദൃശ്യത്തിനായി പ്രാർത്ഥിക്കുന്നവരും സമ്പത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അദ്ദേഹം അവിടെ മുഴുവനും ചുറ്റി നടന്നു. കാശീപുരത്തിലെ അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് വിസ്മിതനായ രാജാവ് മാവും മന്ദാരവും കരിനൊച്ചിയും പിച്ചകവും നിറഞ്ഞ ആരാമം വളരെ അടുത്തു കണ്ടു. അവിടെ സുന്ദരമായൊരു മണ്ഡപത്തിൽ അതായിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാണി മന്ദാരലക്ഷ്മി. സുഗന്ധവാഹിയായ ഇളം കാറ്റേറ്റ് സുഖമായിട്ടിരിക്കുന്ന ഭാര്യയെ കണ്ട് ഈ മഹാരാജാവ് അത്ഭുതപ്പെടുകയാണ്. ഇനി താൻ സ്വപ്നം കാണുകയാണോ, അതോ പല അത്ഭുതങ്ങൾ കണ്ട് മായാവിഭ്രമത്തിൽ അകപ്പെട്ടു പോയതാണോ താൻ?
തുമ്പീരവേടൻ തട്ടിക്കൊണ്ടു പോയ സുന്ദരിയായി തൻ്റെ പട്ടമഹിഷിയെ ഇവിടെ കാണാൻ എന്താണ് കാരണം? തിങ്കൾ കല ചൂടുന്ന തമ്പുരാനെ ഭഗവാനെ പരമേശ്വര, എൻ്റെ മനസ്സിൻ്റെ ഈ ഒരു താപം അകറ്റണമേ മുക്കണ്ണ. എൻ്റെ കണ്ണുകൾ ഭഗവാനെ കാണുന്നതൊക്കെയും സത്യമാക്കി തരണമേ. ഇനി എൻ്റെ ഭാര്യയെ ഈ ജന്മത്തിൽ ഞാൻ ഇനി കാണുമെന്ന് വിചാരിച്ചതല്ല. ഭഗവാനെ, മൃത്യുഞ്ജയ ഭഗവാനെ, അവിടുത്തെ കൃപ കൊണ്ട് എന്തൊക്കെ അത്ഭുതമാണ് സംഭവിക്കാത്തത്. സിംഹധ്വജൻ തൻ്റെ കണ്ണുകൾ മിഴിച്ചു നിന്ന് പ്രാർത്ഥിച്ചു അവിടെ നിന്നും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ സാക്ഷാൽ പരമേശ്വര ഭഗവാൻ മുക്കണ്ണൻ പ്രത്യക്ഷനായത്. ഒപ്പം നോക്കൂ, ശ്രീ പാർവതീദേവിയും ഗംഗാദേവിയും ഗണേശനും സ്കന്ദനും നന്ദികേശ്വരനും ഭൃംഗിയും ബ്രഹ്മാവും നാരദരും ദേവേന്ദ്രനും മറ്റു ദേവന്മാരെല്ലാവരുമുണ്ട്. മന്ദാകിനി ദേവി മന്ദാരലക്ഷ്മിയെ കൈപിടിച്ച് നടത്തി മന്ദഹാസത്തോടുകൂടി സിംഹധ്വജനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രാജാവിൻ്റെ കയ്യിലേൽപ്പിച്ചു. എന്നിട്ട് പരമശിവൻ പറഞ്ഞു, ഭക്തോത്തമ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. എൻ്റെ ആജ്ഞപ്രകാരം എൻ്റെ ഭൃത്യനായ എൻ്റെ പ്രിയപ്പെട്ട നന്ദികേശനാണ് മന്ദാരലക്ഷ്മിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിൻ്റെ ഭക്തിയെ പരീക്ഷിക്കുവാനുള്ളൊരു മാർഗമായിട്ട് അത് കണ്ടാൽ മതി. എല്ലാം നഷ്ടപ്പെട്ടാൽ നീ ഇങ്ങോട്ട് തന്നെ വരുമോ അതോ തിരിച്ചു പോകുമോ എന്നൊരു പരീക്ഷണം. എനിക്ക് സന്തോഷമായി, കാരണം നീ ബുദ്ധിമാനും ധീരനും നീതിമാനുമാണ്. ഗയാശ്രാദ്ധം കൊണ്ട് നിന്റെ പാപം തീർന്നിരിക്കുന്നു, കടവും തീർന്നിരിക്കുന്നു. പണ്ട് നിനക്ക് പുണ്യദാനം ചെയ്ത തീർത്ഥാടകൻ എൻ്റെ ഭൂതഗണങ്ങളിൽ സ്ഥാനം കിട്ടിയിരിക്കുന്നു. ഇനി നിനക്ക് സന്താന ഭാഗ്യമുണ്ടാവും. ഭാര്യയെയും കൂട്ടി നീ മടങ്ങിപ്പോകൂ. 12,000 വർഷം രാജ്യഭാരം വഹിച്ച ശേഷം കുടുംബസമേതം ഇവിടേക്ക് പോരുക. ഇപ്പോൾ നീയും മന്ദാരലക്ഷ്മിയും ഗംഗയിൽ മുങ്ങുക. ഉടൻ തന്നെ നിന്റെ അന്തപുരത്തിലെ പൊയ്കയിൽ നിങ്ങൾ പൊങ്ങുന്നതായിരിക്കും. അങ്ങനെ നോക്കൂ, മഹാദേവൻ പരിവാരസമേതം അവിടെ നിന്നും അപ്രത്യക്ഷനായി. മന്ദാരലക്ഷ്മിയും രാജാവായ സിംഹധ്വജനും ഗംഗയിൽ മുങ്ങി. നിവർന്നതോ സ്വന്തം അരമനയിലെ പൊയ്കയിൽ. കാലാന്തരത്തിൽ സുന്ദരനായൊരു മകനുണ്ടായി. താലധ്വജൻ എന്നവന് പേരിട്ടു. സമർത്ഥനായവൻ രാജ്യഭാരം ഏറ്റപ്പോൾ 12,000 വർഷങ്ങൾക്ക് ശേഷം സിംഹധ്വജനും ഭാര്യാസമേതം കാശിയിലേക്ക് യാത്രയായി. ജീവിച്ചിരിക്കെ തന്നെ മുക്തി ലഭിച്ചവർക്ക് പുനർജന്മം ഇനി ഇല്ല. ശിവകിങ്കരരായിട്ട് അവർ ശിവലോകത്ത് തന്നെ നിത്യവാസമാക്കി. നോക്കൂ, ശിവപുരാണത്തിലെ വളരെ പ്രശസ്തമായ ഈ ഒരു മഹാത്മ്യം, കാശി മഹാത്മ്യം കേൾക്കുന്നവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല, ശിവഭക്തനായ സൂത പൗരാണികനും നൈമിഷാരണ്യവാസികളായ മാമുനി ശ്രേഷ്ഠന്മാരും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ.